ഈ ആഴ്ച റിലീസാവുന്ന മലയാള സിനിമകളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ജൂലൈ 17, 18 എന്നീ 2 ദിവസങ്ങളിലായി റിലീസാവുന്ന സിനിമകൾ, അതായത് നാളെയും മറ്റന്നാളും. ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, പ്രിവ്യൂ ആണ്. സിനിമകളെ പറ്റിയുള്ള പ്രിവ്യൂ ആണ്. പ്രിവ്യൂ എന്താണെന്ന് അറിയാത്തവർ ഗൂഗിളിൽ പോയി നോക്കിയിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലാതെ റിവ്യൂവും പ്രിവ്യൂ ഒന്നാണെന്ന് കരുതി ഇരിക്കുന്ന ബോധമില്ലാത്തവർക്കുള്ള ഇതല്ല ഇത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഇതെന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ അറിയത്തില്ലാത്തൊരു തെറ്റല്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ എന്താണെന്ന് അറിയാൻ പറ്റും. എന്നിട്ടും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ നോക്കുക. അല്ലാതെ റിവ്യൂ ഒന്നാണെന്ന് ഈ വീഡിയോ കണ്ടിട്ടും കരുതി അയ്യോ ഞാൻ റിലീസിന് മുന്നേ തന്നെ റിവ്യൂ ചെയ്തതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 4 മെയിൻ സിനിമകളാണ് നാളെ ഇറങ്ങുന്നത്, നാളെയും മറ്റന്നാളുമായിട്ട്. ഇതിൽ വ്യാഴാഴ്ച ഇറങ്ങുന്ന സിനിമയാണ് JSK. എല്ലാവർക്കും അറിയാം, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അങ്ങനെ തന്നെ ആണെന്നല്ലോ അല്ലേ അതിനെ പറയേണ്ടത്. ഞാനങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതൊരു കോർട്ട് റൂം സിനിമയാണ്. സുരേഷ് ഗോപിയാണ് നായകൻ. അനുപമ പരമേശ്വരനാണ് ടൈറ്റിൽ ക്യാരക്ടറായ ജാനകി ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ദിവ്യ പിള്ളയുണ്ട്, ശ്രുതി രാമചന്ദ്രനുണ്ട്, അഷ്കർ അലി ഉണ്ട്, മാധവ് സുരേഷ് ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കോർട്ട് റൂമാണ്. കോർട്ട് റൂം സിനിമകൾക്ക് എപ്പോഴും മലയാളത്തിലൊരു സക്സസ് റേഷ്യോ ഉള്ളതാണ്. കാരണം അതിൽ മേക്കിംഗ് ഒക്കെ കുറച്ച് പിന്നോട്ട് നിന്നാലും ഡയലോഗിലൊരു പവറും നമ്മളെ പിടിച്ചിരുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ കൈയടിക്കും ആൾക്കാർ, സിനിമ ഹിറ്റാക്കും. ഇതിന് ട്രെയിലർ കണ്ടപ്പോൾ അതേ സാധനമാണ് തോന്നിയത്. അതായത് ഒരു ടിപ്പിക്കൽ ഒരു ഓൾഡ് സ്കൂൾ മേക്കിംഗ്, വലിയ കാര്യമായിട്ടുള്ള മേക്കിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. പടം കണ്ടാലേ പറയൂ, ട്രെയിലർ കണ്ടു വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഡയലോഗ്സും പരിപാടി സുരേഷ് ഗോപിയുടെ മാസവും ഒക്കെ കൊണ്ട് കൈയടിക്കാനുള്ള ഐറ്റംസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് എന്തായാലും പോസിറ്റീവ് വന്ന ഹിറ്റാകും. അതിനുള്ള തിരി എന്തായാലും ഓൾറെഡി കത്തി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു പോസിറ്റീവ് റെസ്പോൺസ് മാത്രം വന്നാൽ മതി. ബാക്കി ഷുവർ ഷോട്ട് ഹിറ്റാണ് പടം. രണ്ടാമത്തെ പടം വെള്ളിയാഴ്ച. ബാക്കി 3 സിനിമകൾ വെള്ളിയാഴ്ചയാണ്. ഫ്ലാസ്ക് എന്നാണ് സിനിമയുടെ പേര്. രാഹുൽ രജി നായർ ജയ് മഹേന്ദ്ര എന്ന സീരീസിന് ശേഷം സൈജു കുറുപ്പിനെ വെച്ച് നായകനാക്കി ചെയ്യുന്ന സിനിമയാണ്. സുരേഷ് കൃഷ്ണ ഒരു ഈക്വലി ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. സിദ്ധാർത്ഥ് ഭരതനുണ്ട്. സിനിമ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഒരു കോമഡി പ്ലസ് സർവൈവൽ പരിപാടിയായിട്ടാണ് തോന്നിയത്. ഇപ്പം JSK പറ്റി പറഞ്ഞ പോലെ തന്നെ മേക്കിങ്ങിലെ ഒരു ഓൾഡ് സ്കൂൾ പരിപാടിയാണ് തോന്നിയത്. അത് ഈ രാഹുൽ രജി നായരുടെ മിക്ക പടത്തിൻ്റെ മേക്കിംഗ് അങ്ങനെയാണ്. പടം കണ്ടാലേ ബാക്കി പറയാൻ പറ്റൂ. വീണ്ടും വീണ്ടും എടുത്തു പറയുവാണ്. ട്രെയിലർ കണ്ടു വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയിരിക്കും തോന്നി. കോമഡിക്ക് ഒരു പ്രാധാന്യമുണ്ട്. സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടർ ഒരു പാട്ടുകാരനൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ആ സൈഡിലുള്ള കോമഡിയൊക്കെ കാണും. കോമഡി വർക്കായ ഉറപ്പായിട്ട് എനിക്ക് കോമഡി പടങ്ങൾ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, രസകരമാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊരു ഇൻട്രസ്റ്റിംഗ് സിനിമയായിരിക്കും. ചെറിയ ബഡ്ജറ്റ് ചെയ്യുന്നതെന്ന് കണ്ടാൽ അറിയാം. ഹിറ്റാവില്ല എന്നൊക്കെയുള്ളത് റിവ്യൂ വെച്ചിട്ടിരിക്കും. ഒരു എക്സ്ട്രീം പോസിറ്റീവ് ഒക്കെ വന്നാലേ കാര്യമുള്ളൂ എന്നാണ് തോന്നുന്നത്, പ്രാക്ടിക്കലി പറയുവാണെങ്കിൽ. അടുത്ത അന്നിറങ്ങുന്ന സിനിമ അപൂർവ പുത്രന്മാർ എന്ന് പറഞ്ഞ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും നായകനായി അഭിനയിക്കുന്ന, ലാലു അലക്സ് ഇവരുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. എഗെയിൻ ട്രെയിലർ ഒരു ഓൾഡ് സ്കൂൾ പരിപാടിയായിരുന്നു. ടിപ്പിക്കൽ ഒരു ഓൾഡ് സ്കൂൾ സെറ്റപ്പാണ്. പക്ഷേ എനിക്കങ്ങനെ ഓൾഡ് സ്കൂൾ പരിപാടികൾ ഇഷ്ടമാണ്, മേക്കിംഗ് ഇഷ്ടമാണ്. ഇപ്പം ഈ വർഷം ഇറങ്ങിയ പറയുവാണെങ്കിൽ ഒരു ജാതി ജാതകം, പൈങ്കിളി, ഇതെല്ലാം ഓൾഡ് സ്കൂൾ പരിപാടിയാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് മുന്നേ വന്ന ഹിറ്റായ പടങ്ങളാണ് ഗരുഡനൊക്കെ പ്രോപ്പർ ഓൾഡ് സ്കൂൾ മേക്കിംഗ് ആണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിടിച്ചിരുത്താനും നമ്മൾ ഇഷ്ടപ്പെടുത്താനൊക്കെ പറ്റും. അപ്പോൾ അതൊരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് നോക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഓൾഡ് സ്കൂൾ പരിപാടിയായിരുന്നു. കോമഡിയൊക്കെ ട്രെയിലറിലെ കോമഡി എനിക്ക് അത്ര രസകരമായിട്ട്, ഇപ്പോൾ ഫ്ലാസ്കിലെ ട്രെയിലറിലെ കോമഡി രസമുണ്ടായിരുന്നു. പക്ഷേ ഇതിലെ ട്രെയിലറിലെ കോമഡിയൊക്കെ ഇച്ചിരി ചളിയാവുമോ എന്നൊരു ഡൗട്ട് വന്ന സാധനങ്ങളാണ്. ഇതിലെ ക്രിഞ്ച് സോങ് എന്നുള്ള പാട്ടൊക്കെ ഇറങ്ങി രസമായതാണ്. എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടതാണ്. അവർ ആ ടൈറ്റിൽ അങ്ങനെ കൊടുത്തത് എന്തുകൊണ്ട് നന്നായി. നമ്മളപ്പോൾ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതിയല്ലോ. പക്ഷേ ഞാൻ കാര്യമായിട്ട് പറയാൻ എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടാണ്, കളർഫുൾ സോങ് ആയിട്ട് തോന്നിയതാണ്. ഏതായാലും വെള്ളിയാഴ്ച എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഓൾമോസ്റ്റ് ഇത് തന്നെ ആയിരിക്കും, അപൂർവ പുത്രന്മാരായിരിക്കും. കാരണം എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് അവരെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് സിനിമ രവീന്ദ്ര നീ എവിടെ എന്ന് പറഞ്ഞ, ഇപ്പം മിക്കവരും അറിഞ്ഞു കാണും, ധ്യാൻ സാർ ഉള്ള സിനിമയാണ്. അതിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ 2 ആഴ്ച മുന്നേ തന്നെ ഒന്ന് അത്യാവശ്യം ഹിറ്റായതാണ്. രവീന്ദ്രനായിട്ട് അഭിനയിക്കുന്നത് ധ്യാനല്ല, അനൂപ് മേനോനാണ് നായകനായിട്ട്. പിന്നെ വലിയ കാസ്റ്റുണ്ട്. ധ്യാനുണ്ട്, ഷീലു എബ്രഹാം ഉണ്ട്, പിന്നെ അസീസുണ്ട്. ഷീലു എബ്രഹാം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ പ്രൊഡ്യൂസർ ആരാന്നുള്ളതിൽ ആർക്കും തർക്കം ഇല്ലല്ലോ അല്ലേ. പിന്നെ ഇതിലും പറഞ്ഞ പോലെ ഈ ആഴ്ചയിലെ 4 സിനിമകളും മേക്കിംഗ് ഒക്കെ ഒരു ആവറേജായിട്ട് തോന്നിയുള്ളൂ. അപ്പോൾ അതിൽ വലിയ കാര്യമില്ല കേട്ടോ. കാരണം ട്രെയിലർ കണ്ടത് വെച്ചിട്ടാണ്, അതിൽ വലിയ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടിട്ടുണ്ട്. ആ സിനിമയുടെ ട്രെയിലർ കിടുമായിരുന്നു. ക്യാമറ ഒക്കെ വൻ പൊളി, ടെക്നിക്കലി കൊള്ളാം. പക്ഷേ തിയേറ്ററിൽ കണ്ടപ്പോൾ ആകെ കൊള്ളാവുന്ന 5-6 ഫ്രെയിം എടുത്തിട്ടാണ് ഒരു ട്രെയിലർ എടുത്തത്. ബാക്കി പടത്തിലെ എല്ലാ ഫ്രെയിമും തോൽവിയായിരുന്നു. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. പടം കണ്ട പടത്തിൻ്റെ ഇമോഷനിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കഥ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ചെറിയ ചെറിയ കോമഡികളൊക്കെ ഉള്ളൊരു, ചുമ്മാ നമുക്ക് പിന്നെ ഗികളൊക്കെ ചെയ്തിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയായിരിക്കും. പിന്നെ ഒരു OTT പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. തിയേറ്ററിൽ കാണാനുള്ള അങ്ങനത്തെ സാധനം ഉണ്ടെന്ന് തോന്നിയില്ല. ബാക്കി പടം കണ്ടിട്ടേ പറയാൻ പറ്റൂ. എഗെയിൻ ഇതൊരു പ്രിവ്യൂ ആണ്, റിവ്യൂ അല്ല. നമ്മുടെ തോന്നുന്ന കാര്യമാണ് പറയുന്നത്.
പക്ഷേ കോമഡി സിനിമകൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. കോമഡി വർക്കായ എന്തായാലും നമുക്ക് ഇരുന്ന് കാണാൻ മുഷിപ്പിക്കാതെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫാക്ടറുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ട് പറഞ്ഞ ഇപ്പം ഇൻ്റർവ്യൂ ഒക്കെ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ലാസ്റ്റ് പുള്ളി മറ്റേ ഓഡിയോ ലോഞ്ച് എന്തോ പരിപാടിക്ക് വന്നിട്ട് പുള്ളി ഭയങ്കര കയ്യിൽ നിന്ന് പോകുന്ന പോലത്തെ ഊളത്തരങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇയാളെന്തും പറഞ്ഞ ആൾക്കാർ രസിക്കുന്നുള്ളത് കൊണ്ട് ലൈസൻസ് ഇല്ലാത്ത പോലത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതിൻ്റെ റീസെൻ്റായിട്ട് പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ. അതൊക്കെ ഭയങ്കര കോപ്രായങ്ങളായിട്ടാണ് തോന്നിയത്. അപ്പം ഈ 4 സിനിമകളാണ് ഈ ആഴ്ച ഇറങ്ങുന്നത്. ഇതിൽ എന്തായാലും ഇപ്പം ഇത് JSK വ്യാഴവും ബാക്കി 3 സിനിമ വെള്ളിയുമാണ്. ഇത് 4 ഇപ്പോൾ ഒരേ ദിവസം ഇറങ്ങുന്നെങ്കിൽ ഒരു തർക്കമില്ല, JSKക്ക് തന്നെ ആദ്യം പോകത്തുള്ളൂ. അപ്പോൾ വ്യാഴാഴ്ച JSKക്ക് പോവും. പിന്നെ വെള്ളിയാഴ്ച ഫസ്റ്റ് പ്രയോറിറ്റി മിക്കവാറും അപൂർവപുത്രന്മാരായിരിക്കും. പിന്നെ ഫ്ലാസ്ക്, പിന്നെ രവീന്ദ്ര നീ എവിടെ. ഇതാണ് എൻ്റെ ഒരു ഓർഡറും, ഈ 4 സിനിമകളിൽ എനിക്കുള്ള പ്രതീക്ഷയുടെ ഓർഡറും. ഞാൻ ഇപ്പം ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴേ മനസ്സിലായി കാണുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് സിനിമയിലാണ് പ്രതീക്ഷ ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ റിവ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നും കമൻറ്റ് ചെയ്യുക. അപ്പം ഈ നാളെ JSKയുടെയും വെള്ളിയാഴ്ച ബാക്കി 3 സിനിമകളുടെ റിവ്യൂ ആയിട്ട് ഉറപ്പായിട്ടും കാണാം.